ഹലോ, ഇന്ന് ഞങ്ങൾ ഒരു ലഞ്ചിന് പോവാണ് കേട്ടോ. വെറും ലഞ്ചല്ല, സൗദി ട്രഡീഷണൽ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാമെന്ന് തന്നെ പറയാം. നമ്മളുടെ ഓഫീസിൽ, അതായത് ഇവിടെ സൗദിയിലെ ഓഫീസിലെ കൊളീഗ്സാണ് നമ്മളിവിടെ കൊണ്ടുവന്നത് കേട്ടോ. ഭയങ്കര രസമുള്ള, ഭയങ്കര ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് വന്നത്. എനിക്ക് ആ റെസ്റ്റോറൻറ്റിൻ്റെ പേര് ആക്ച്വലി പ്രൊനൗൺസ് ചെയ്യാൻ കറക്റ്റ് അറിയില്ല. നജ്ദ് വില്ലേജ് എന്നാണെന്നാണ് എൻ്റെ ഒരു ഊഹം. എന്തായാലും നിങ്ങൾ വായിച്ചെടുത്തോളാം. ഈ ഒരു റെസ്റ്റോറൻറ്റിൽ ഭയങ്കര രസമായിട്ട് ഒരുപാട് കാര്യങ്ങൾ അവർ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി പണ്ട് കാലത്ത് സൗദിയിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നതും അല്ലെങ്കിൽ കുറച്ച് ഒന്ന് ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിലുള്ള ഓർണമെൻറ്റ്സും കുറേ എക്യുപ്മെൻറ്റ്സും യൂട്ടെൻസിൽസും ഒക്കെ അവരവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ റെസ്റ്റോറൻറ്റിൻ്റെ ആംബിയൻസ് ഒന്ന് പ്രത്യേകം പറയേണ്ടത് തന്നെയാണ്. നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ഗ്രീനറിയും അവരുടെ ട്രഡീഷണൽ സംഭവങ്ങളും ഒക്കെ കണക്ട് ചെയ്തിട്ട് നല്ല രസമുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ചൂടൊന്നും അറിയുന്നേ ഉണ്ടായിരുന്നില്ല. ആൻഡ് ഇതാണ് നമ്മൾക്ക് ഇരിക്കാൻ കിട്ടിയിട്ടുണ്ടായിരുന്ന ആ ഒരു സ്പേസ് എന്ന് പറയുന്നത്. ഇതുപോലെ ക്ലോസ്ഡ് ആയിട്ടുള്ള റൂമുകളും അതുപോലെ ഓപ്പൺ സ്പേസിലും ഒക്കെ ഡൈനിങ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു റൂം പോലെയാണ് സെലക്ട് ചെയ്തത്. കാരണം കൂടുതലും സൗദിയിലൊക്കെ സ്ത്രീകൾ അബായൊക്കെ ഇട്ട് ഫുള്ള് മുഖമൊക്കെ കവർ ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. സോ ഇവിടെ സൗദിയിലെ ഓഫീസിലെ നമ്മുടെ കൊളീഗ്സും സൗദി സിറ്റിസൺസ് തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ അവരെപ്പോഴും അബായയും അതുപോലെ ഫേസ് കവർ ചെയ്തിട്ടാണ് ഉണ്ടാവുക. അതുകൊണ്ടുകൂടിയാണ് അവർ ഇങ്ങനൊരു ക്ലോസ്ഡ് റൂം ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ അധികം വീഡിയോയിലും അധികം ഒന്നും ഉൾപ്പെടുത്താത്തതിന് കാരണം അവരുടെ പ്രൈവസി വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ്. ഓക്കെ, ഇതൊക്കെയാണ് കേട്ടോ അവർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ഫുഡ് എന്ന് പറയുന്നത്. കുറേ വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിരുന്നു. കറക്റ്റായിട്ട് അവർ പേരും എന്താണ് അതിൻ്റെ സ്പെഷ്യാലിറ്റി ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇതൊന്നും എനിക്ക് ഓർമ്മയില്ല. കാരണം നല്ല വലിയ പേരുകളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ടൊന്നും ഓർമ്മയില്ല. പിന്നെ ഇത് എനിക്ക് കറക്റ്റ് അറിയാം, ഒരു ചീസ് സമൂസയായിരുന്നു. അതുപോലെ ഇതൊക്കെയാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാം നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇതിൻ്റെ പേരെനിക്ക് കറക്റ്റ് അറിയാം. ഇത് ലബാൻ എന്നാണെന്ന് തോന്നുന്നു പ്രൊനൗൺസ് ചെയ്യുന്നത്. എന്തായാലും ഇത് നമ്മുടെ ഈ തൈര് ബട്ടർ മിൽക്കൊക്കെ ഇല്ലേ, അതേപോലെയൊക്കെ തന്നെയാണ്. ഉപ്പിട്ടിട്ടാണ് ഇത് കുടിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇത് നല്ല റിഫ്രഷിംഗ് ആണ്, ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ നമ്മളുടെ വയറിനൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത്. സോ ഇത് നല്ലതായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളുണ്ടായിരുന്ന അത്യാവശ്യം ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. ഇതൊക്കെയായിരുന്നു നമ്മുടെ ആ ദിവസത്തെ ലഞ്ച് വിശേഷങ്ങൾ എന്ന് പറയുന്നത്. സോ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തിറങ്ങി പിന്നെ ഓഫീസിൽ പോയിട്ട് അന്നത്തെ ബാക്കി വർക്ക്സ് ഒക്കെ ചെയ്തു. സോ നമുക്ക് ഇനി അടുത്ത വേറൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.